ഹലോ ഗൈസ്, ഗ്രീൻ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര നെല്ലിയാമ്പതിയിലേക്കാണ്. നെല്ലിയാമ്പതിയിലെ കാട്ടിലെ മൃഗങ്ങളെയും അവിടുത്തെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് കാട്ടിനുള്ളിൽ തന്നെയുള്ള ഒരു സ്റ്റേയുടെ ഡീറ്റെയിലും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ള മൃഗങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള ഒരു യാത്രയാണിത്. പാലക്കാട് ജില്ലയിലെ നെന്മാറക്കപ്പുറത്താണ് ഈ നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യുന്നത്. നെന്മാറ കഴിഞ്ഞ് നെല്ലിയാമ്പതിയിലേക്ക് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് കാണാവുന്നതാണ്. അവിടെ നമ്മുടെ പ്രൈവറ്റ് കാറിനൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിൽ കാറിൻ്റെ ഡീറ്റെയിൽസും ഒരു ടിക്കറ്റും എടുത്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് കിടക്കാൻ. നമ്മൾ അന്ന് തന്നെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ 5 മണിക്ക് മുമ്പായി തിരിച്ചെത്തേണ്ടതാണ്. ഇവിടെ നിന്ന് ഇവർ തരുന്ന ടിക്കറ്റ് നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് കൊടുക്കേണ്ടതുമാണ്. രാവിലെ 6 മണിക്ക് നെല്ലിയാമ്പതിയിലെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വൈകുന്നേരം 3 മണി വരെയാണ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് എൻട്രി ഉള്ളത്. നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ തിരിച്ച് വരികയാണെങ്കിൽ അന്ന് ഒരു 5 മണിക്കുള്ളിൽ തിരിച്ചെത്തേണ്ടതാണ്. നമ്മുടെ ആദ്യത്തെ വ്യൂ സ്ഥലം പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ചകളാണ്. ഈ വൺ ഡേ ട്രിപ്പ് അടിക്കുന്ന ആൾക്കാരൊന്നും ഫസ്റ്റ് തന്നെ പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ച കാണാൻ കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പോത്തുണ്ടി ഡാമിൻ്റെ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റിന് മുമ്പാണ്. നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചെത്തേണ്ടതുകൊണ്ട് നമ്മൾ ബാക്കി എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് പോത്തുണ്ടി ഡാമിൽ കയറുന്നതാണ് ഏറ്റവും ഉചിതം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറി വരുമ്പോൾ ഫസ്റ്റ് എയർപിൻ്റെ അടുത്തായിട്ടുള്ള ഒരു വ്യൂവിൽ നിന്നുള്ള പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ചകളാണ്. നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്ത് മര്യാദക്കുള്ളിൽ കയറിയാൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ കുറച്ചും കൂടി ഫ്രണ്ടോട്ട് വന്നപ്പോൾ 2-3 സിംഹവാലൻ കുരങ്ങുകൾ മരത്തിൻ്റെ മേലിൽ ചാടി കളിക്കുന്നതായും അതിൻ്റെ അടിയിലിരുന്നിട്ട് ഒരു സിംഹവാലൻ കുരങ്ങ് ഒരു പാക്കറ്റ് പക്കവട ഇരുന്ന് കഴിക്കുന്നതും കണ്ടായിരുന്നു. പക്കവട ആരെങ്കിലും കൊടുത്തതാണോ അല്ലെങ്കിൽ ആരെങ്കിലും നിന്നും തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന് കഴിക്കുന്നതാണോ എന്നറിയില്ല. ഇങ്ങനെയുള്ള മൃഗങ്ങൾക്ക് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഫൈൻ നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫസ്റ്റ് വ്യൂ പോയിൻറ്റ്. വരയാട് മല എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ വരയാട് മലയുടെ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ്. നിറച്ച് കുരങ്ങന്മാർ റോഡ് സൈഡിലുണ്ടാകും. നമ്മൾ കാറൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമ്പോൾ പരമാവധി ഗ്ലാസ് എല്ലാം അടച്ചിട്ട് വേണം പുറത്തോട്ടിറങ്ങാൻ. പിന്നെ നമ്മൾ ചെന്നെത്തിയത് കൈകാട്ടി ജംഗ്ഷനിലാണ്. നെല്ലിയാമ്പതിയിലെ ഒരു മെയിൻ ജംഗ്ഷനാണ് കൈകാട്ടി ജംഗ്ഷൻ. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റും റൈറ്റിലോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേശവം പാറ, തൂക്കുപാലം അങ്ങനെയുള്ള കാഴ്ചകൾ കാണാവുന്ന റൂട്ടാണ്. ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ 2 ബോർഡുകളുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞ് നമുക്ക് പോകേണ്ട സ്ഥലങ്ങളുടെ കൃത്യമായ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തോട്ടാണ് പോയത്. ഇത് പുലയമ്പാറ എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. ഇവിടെയാണ് ഓറഞ്ച് തോട്ടത്തിൻ്റെ ഓറഞ്ച് വെജിറ്റബിൾ ഫാമൊക്കെ ഉള്ളത്. നമ്മൾ അവിടെയൊന്നും കയറാൻ നിന്നില്ല. നമ്മൾ നേരെ സീതാർകുണ്ട് വ്യൂ കാണാൻ വേണ്ടി നേരെ തന്നെ പോവുകയായിരുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാറിനും വണ്ടികൾക്കും വരുന്നവർ നെന്മാറയ്ക്ക് മുമ്പ് തന്നെ പെട്രോൾ അടിച്ച് ഫില്ല് ചെയ്യേണ്ടതാണ്. നെല്ലിയാമ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ പെട്രോൾ പമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് നെല്ലിയാമ്പതിയിലെ നമ്മുടെ നെല്ലിമരം. സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിറച്ച് കോടയായിരുന്നതുകൊണ്ട് തന്നെ നിലത്തോട്ടുള്ള വ്യൂകളൊന്നും കാണാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം നല്ല കോട കുറവും അത്യാവശ്യം വെയിലും ഉണ്ടായതുകൊണ്ട് തന്നെ നിലത്തോട്ടുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമായി കാണാൻ പറ്റി. നേരത്തെ ഈ കാണുന്ന വേലികളൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. പല അപകടങ്ങൾ സംഭവിച്ചതുകൊണ്ട് അവരിപ്പോൾ വേലി കിട്ടിയ അവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് പുലയമ്പാറയിലേക്കാണ്. അവിടുന്ന് ഞങ്ങളുടെ ട്രക്കിംഗ് ജീപ്പ് സഫാരി എടുത്തിട്ട് ഞങ്ങൾ താമസിക്കാൻ വേണ്ടി എടുത്തിരുന്ന വെച്ചത് മിസ്റ്റി
മിസ്റ്റി വാലിയുടെ റിസോർട്ടായിരുന്നു. ബ്രൂക്ക് വ്യൂ എന്ന് പറഞ്ഞ റിസോർട്ടായിരുന്നു. കരടി ബംഗ്ലാവിനടുത്തുള്ള ബ്രൂക്ക് വ്യൂ എന്ന് പറയുന്ന റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ നമുക്ക് ട്രക്കിംഗ് ജീപ്പ് വഴിയല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെ ഞങ്ങൾ പുലയമ്പാറയിൽ ചെന്ന് ജീപ്പ് സഫാരി എടുത്ത് നേരെ നമ്മുടെ കാട് വഴിയുള്ള ട്രക്കിംഗ് സ്ഥലത്തോട്ട് വണ്ടിയിലായി. അങ്ങനെ നമ്മൾ സ്റ്റേയുടെ അടുത്തോട്ട് ജീപ്പ് എത്തിക്കുന്നതിനും തിരിച്ച് നമ്മളെ ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നതിനും പുലയമ്പാറിൽ എത്തിക്കുന്നതിനുമായിട്ട് 3000 രൂപയാണ് അവർ ട്രക്കിംഗ് ചാർജ് പറയുന്നത്. അതല്ലാതെ നമ്മൾ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം ഈ സ്ഥലത്തോട്ട് നമുക്ക് കയറാൻ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് 80 രൂപ വെച്ചും പിന്നെ ഒരു ജീപ്പിന് 100 രൂപ വെച്ച് എന്ന രീതിയിലാണ് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ. പിന്നെ നെല്ലിയാമ്പതിയിലെ ഒരു പ്രധാന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ടിക്കറ്റ് കൗണ്ടറുകളിലും നമുക്ക് ക്യാഷായിട്ട് കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതല്ല. കൂടുതലും സ്ഥലങ്ങളിലും ഗൂഗിൾ പേയോ കാർഡ് പേയ്മെൻറ്റോ ആയിരിക്കും അവർ പറയുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ മിക്ക സമയത്തും നമ്മളുടെ നെറ്റിന് കവറേജ് ഉണ്ടാവില്ലെങ്കിലും അവരവിടുത്തെ വൈഫൈ തന്നെ നമ്മൾ അങ്ങനെ നമ്മൾ ട്രക്കിംഗ് സഫാരിയിലെ ഫസ്റ്റ് വ്യൂ പോയിൻ്റായ മിന്നാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ജീപ്പും എടുത്തിട്ടുണ്ട്. ബ്രഹ്മരം ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. അവിടെ എത്തി അവിടെ കുറച്ച് നേരം നല്ല വ്യൂ ആസ്വദിച്ചു. കോടമഞ്ഞൊന്നുമില്ല, അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടുത്തെ വ്യൂസൊക്കെ ആസ്വദിക്കാൻ പറ്റി. ഇവിടെ സ്റ്റേ ഒന്നും എടുത്തില്ലെങ്കിലും നമുക്ക് ഇവിടെ ജീപ്പിന് വന്ന് ഈ പറയുന്ന ഒരു 3 വ്യൂ പോയിന്റുകൾ ആസ്വദിക്കാവുന്നതാണ്. 1800 രൂപ വെച്ച് ഒരു ജീപ്പ് സഫാരിക്കും പിന്നെ ഫോറസ്റ്റിൻ്റെ എൻട്രി ഫീസൊക്കെ കളിക്ക് ഒരു 2200 രൂപ താഴെ നമുക്ക് ജീപ്പ് സഫാരി ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ജീപ്പ് ട്രക്കിംഗ് സഫാരി ആസ്വദിക്കാത്തവർക്ക് ഇത് പ്രത്യേകതരം ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല കുഴിയും കല്ലുകളും അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ വണ്ടി കയറുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല അഡ്വഞ്ചർ ട്രിപ്പാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കിട്ടും. നമ്മൾ ഈ ജീപ്പിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മളുടെ സൈഡിലുള്ള കാടുകളിൽ കാട്ടുപോത്തും മ്ലാവുകളും ആനകളും അങ്ങനെ പല മൃഗങ്ങളെയും നമുക്ക് സൈഡിൽ കൂടി കാണാവുന്നതാണ്. നമ്മൾ കയ്യിലിരുന്ന് വെച്ച് ക്യാമറയ്ക്ക് അധികം സൂമിംഗ് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ ദൂരെയുള്ള കുറേ വിഷ്വൽസൊക്കെ എടുത്തിട്ട് അങ്ങനെ ക്ലിയർ ആയില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് കൂടുതലും ഉൾപ്പെടുത്താത്തത്. എന്നാലും അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തി. ഇതാണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ, കാരാശൂര്യമല. പെട്ടെന്ന് തന്നെ ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് നമ്മൾ അധികം നേരമൊന്നും വ്യൂ ഒന്നും ആസ്വദിക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ റൂമിലെത്തിയപ്പോൾ തന്നെ നൈറ്റ് സഫാരിക്ക് പോകേണ്ട ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ നൈറ്റ് സഫാരിക്ക് ഇറങ്ങി. ഫസ്റ്റ് തന്നെ നമ്മൾ ചെന്ന് പെട്ടത് കുറേ കാട്ടുപോത്തുകളുടെ മുന്നിലേക്കായിരുന്നു. കാട്ടുപോത്തുകൾ രാത്രി നമ്മൾ പോകുന്ന വഴിയിലെല്ലാം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കാട്ടുപോത്തുകളും മ്ലാവുകളും കാണാം. ഈ കാണുന്നതാണ് നെല്ലിയാമ്പതിയിലെ കരടി ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന സ്റ്റേ. അത്യാവശ്യം ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും കൂടുതലും ഇത് ബുക്ക് ചെയ്യാറാണ് ശ്രമിക്കാറുള്ളത്. നമുക്ക് ഭാഗ്യമില്ലാഞ്ഞതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി വേറെ ആൾക്കാർ ബുക്ക് ചെയ്തുകൊണ്ടും നമുക്കവിടെ സ്റ്റേ കിട്ടിയില്ല. ഈ കാണുന്ന സ്റ്റേയിലാണ് നമ്മൾ താമസിച്ചത്. ഇതാണ് മിസ്റ്റി വാലിയുടെ ബ്രൂക്ക് വ്യൂ എന്ന് പറഞ്ഞ കോട്ടേജ്. ഒരു കാടിൻ്റെ നടുക്ക്
ചെറിയൊരു വെള്ളച്ചാട്ടത്തിനൊക്കെ ഓപ്പോസിറ്റായിട്ട് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ആയിട്ട് ഉള്ള നല്ലൊരു കോട്ടേജാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് നേരെ പുലിയമ്പാറ ജംഗ്ഷനിലേക്ക് നമ്മുടെ കാർ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കാറും എടുത്തിട്ട് നമ്മൾ നേരെ ചെന്നത് കേശവമ്പാറ എന്ന് പറയുന്ന വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെയും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ 20 രൂപ വെച്ച് പെർ ഹെഡ് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. പക്ഷേ കാർഡും ഗൂഗിൾ പേയും ഏകദേശം ഒരു 800 മീറ്ററോളം നടന്നിട്ട് വേണം നമുക്ക് ഈ വഴിയിലൂടെ കേശവമ്പാറ വ്യൂവിലോട്ട് എത്താൻ. അത്യാവശ്യം നല്ലൊരു വ്യൂവും ചെറിയൊരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു കാടുമാണ്. നമ്മൾ നടന്നു തന്നെ പോകണം ആ വഴിയിലൂടെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൈകാട്ടി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാലാണ് കേശവമ്പാറ, തൂക്കുപാലം അങ്ങനെയുള്ള വ്യൂ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലിട്ട് വരുന്നത്. ഈ വഴിയിലെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതലും വേഴാമ്പലുകളും മലയന്നാനുകളും അങ്ങനെ ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി നിറഞ്ഞു നിൽക്കുന്ന കുറേയധികം ജീവികളെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ കാണുന്നതാണ് കാരപ്പാറ തൂക്കുപാലം. ഈ തൂക്കുപാലത്തിനപ്പുറത്തേക്ക് ഒരു കോളനിയുണ്ട്, ആദിവാസി കോളനി. അവിടുത്തെ ആളുകൾക്ക് അവിടേക്കും ഇവിടേക്കും പോകാനുള്ള ഒരു വഴിയായിട്ടാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചേക്കുന്നത്. നമ്മൾ താമസിച്ച ബ്രൂക്ക് വ്യൂ എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ ഒരാൾക്ക് 2250 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. അതിൽ നൈറ്റ് സഫാരി, രാവിലത്തെ ഫുഡും രാത്രിയിലെ ഡിന്നറും അങ്ങനെ എല്ലാം കൂടി അടങ്ങിയതാണ് ആ ചാർജിലുള്ളത്. അങ്ങനെ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളും കണ്ട് നിൽക്കുമ്പോൾ 2 ആളുകൾ അവിടെ മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടായിരുന്നു. ആദിവാസികളായിട്ടാണ് അവർ കണ്ടിട്ട് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചു അവിടെ കയറ്റി വിടുമോ ഇല്ലെന്ന്. അങ്ങോട്ട് കയറാമോ? ഒന്നുമില്ല, കോളനിയാ. വരാമോ അങ്ങോട്ട്? പോകാൻ പാടില്ല. അവർ 2 പേര് എനിക്ക് തോന്നുന്നത് ഫോറസ്റ്റ് ഏരിയ കടയിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കോളനിയിലേക്ക് തിരിച്ചു കയറുന്നതാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ അവർ പറഞ്ഞത് കൊണ്ട് പിന്നെ അധികം അങ്ങോട്ട് പോകാൻ നിന്നില്ല. തിരിച്ച് തൂക്കുപാലത്തിൻ്റെ അടുത്തോട്ട് തന്നെ പോവുകയുണ്ടായി. ഈ തൂക്കുപാലത്തിനടുത്തായിട്ട് ഒരു ഹോട്ടൽ കാണാം, PVR എന്നാണ് അതിൻ്റെ പേര്. അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡുകളും കാര്യങ്ങളും കിട്ടും. നമ്മൾ കൈകാട്ടി ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത്യാവശ്യം നല്ല ഫുഡുകൾ കിട്ടുകയുള്ളൂ. ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഏരിയയാണ്. അത്യാവശ്യം വെള്ളം കുറവാണ്. ചെറിയതായിട്ടൊക്കെ അതിനകത്തിറങ്ങി കുളിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാണ് ലാസ്റ്റത്തെ നെല്ലിയാമ്പതിയിലെ നമ്മുടെ വ്യൂ പോയിൻറ്റ്. ഇവിടുത്തെ കാഴ്ചകളോടും കൂടി നമ്മളുടെ വീഡിയോയുടെ അവസാനിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.